9ാമത്തെ വയസ്സ് മുതൽ ആനയ്ക്കൊപ്പം ജീവിതം തുടങ്ങിയതാണ് കൊല്ലം രാമകൃഷ്ണൻ. ഇപ്പോൾ 41 ആനകളുടെ പാപ്പാനായി. അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. രാമകൃഷ്ണേട്ടാ, ഇപ്പം 41ാമത്തെ ആനയാണ്. എനിക്ക് പുറകെ കാണുന്ന തിരുവമ്പാടി കണ്ണൻ. ഈ കാലത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് എങ്ങനെയാണ് നമ്മളൊരു തുടക്കമൊക്കെ എങ്ങനെയാണ്? തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആനപ്പണിയോടുള്ള ഉത്സാഹം, ഇതിനോടുള്ളൊരു പ്രേമം കൊണ്ടാണല്ലോ നമ്മൾ വരുന്നത്. ഒരു വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹം കൂടുമ്പോഴേ കിളിയായിട്ട് അവന് പെട്ടെന്ന് ഡ്രൈവർ ആവാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതിനൊരു ഉത്സാഹമാണ്. ഉത്സാഹം ഇല്ലാത്തവന് എത്ര കൊല്ലം നിന്നാലും ഇത് പഠിക്കാൻ പോകുന്നില്ല. ആനപ്പണിയിൽ ഒരു ശിഷ്യബന്ധങ്ങൾ ഉണ്ടെങ്കിലും അത്ര വലിയ ഗുരുനാഥൻ എന്ന് പറഞ്ഞ് നമുക്ക് പൊക്കി വയ്ക്കാൻ പറ്റില്ല. ആനപ്പണി കണ്ടു പഠിക്കണം. അറിവുള്ളവൻ കാണിക്കുമ്പോൾ കണ്ണുള്ളവൻ കണ്ട് മനസ്സിലാക്കുക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ രീതി. പിന്നെ നമ്മൾ അവർ ഒളിച്ചും പാത്തൊക്കെ നിന്ന് അവർ ചെയ്യുന്നതൊക്കെ ഇതിനോടുള്ള വാത്സല്യം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് അവർ ചെയ്യുന്നത് നമ്മളെയൊക്കെ ഒഴിവാക്കി കൊണ്ടാണ് അവർ ചെയ്യുക. ആനയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തും. കാരണം എന്തെങ്കിലും വല്ല ചായക്കടയിലേക്ക് പറക്കിയാൽ മുറുക്കാൻ മേടിക്കാൻ പറയുമ്പോഴത്തേനും ആന റെഡി ചെയ്യുന്നുണ്ടാവും. കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒളിച്ചും പാത്തും, ഞാനും പൊന്നനൊക്കെ അങ്ങനെ ഒളിച്ചും പാത്തുന്നാണ് പഠിച്ചത്. ഓണക്കൂർ പൊന്നനും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒളിച്ചും പാത്തും ഞങ്ങൾ ലോകകള്ളന്മാരാണ്. അപ്പോൾ ആശാന്മാരെന്തെങ്കിലും പറഞ്ഞാക്കി വെച്ചെങ്കിൽ ഞങ്ങൾ അപ്പുറം മാറി വല്ല മാവിൻ്റെ ചോട്ടിലും മാറിയും ഇവർ കാണാണ്ട് നിന്ന് എന്താ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി. ആരും അറിവല്ലാതെ ഇത് അവരുമായിട്ട് നമുക്കൊരു തൊഴിൽ പറഞ്ഞു തരും. എന്താ വെച്ചാൽ ഒരു ആനയ്ക്ക് 4 വട്ടം കയറാൻ, പനയമ കയറാൻ പഠിപ്പിച്ചു തരും. ഒരു ചങ്ങല വാരിയിടാൻ പഠിപ്പിച്ചു തരും. ആനയുടെ മുകളിൽ ഇരിക്കാൻ പഠിപ്പിച്ചു തരും. തലയെക്കെട്ട് കെട്ട, ഈ 4 കാര്യം, ആന തേക്കാൻ, അങ്ങനെ 5 കാര്യം അവർ പറഞ്ഞു തരും. അത് അവരുടെ ആന അനുസരിപ്പിക്കാൻ ഇല്ല, അത് അവരുടെ ആവശ്യം, ആനയുടെ ആവശ്യം. അപ്പോൾ ഉത്സാഹം കണ്ടാൽ അറിയാം. അപ്പോൾ അവർ നമ്മളോട് ചിരിക്കുള്ളൂ, ഒന്നും പറയൊന്നുമില്ല. ഇന്നത്തെ മാതിരിയുള്ള തിക്കും തിരക്കും ബഹളം ഏകാദശി വിളക്കുന്നു. പിന്നെ നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ രാമകൃഷ്ണേട്ടൻ തന്നെ പറഞ്ഞു 9ാമത്തെ വയസ്സിനാണല്ലോ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പ്രായത്തിൽ? ഇപ്പോൾ സ്കൂളിൽ ഒരു ദിവസമേ പോയിട്ടുള്ളൂ, പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. ഇപ്പം ഈ ആനയോടൊപ്പം കുടുംബത്തിലാരും ആനയോടൊപ്പം നടന്നിട്ടുള്ള ശീലവും ഇല്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ ഇത് പാപ്പാനാകണമെന്നൊക്കെ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഞാൻ പാപ്പാനായേ തീരുമെന്നൊക്കെ വിചാരിക്കാൻ കാരണം എന്താ? ഞാൻ 1ാം പാപ്പാനാവുമെന്നോ അല്ലെങ്കിൽ വലിയ ഇത്രയും നിലയിൽ വരുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും പിന്നെ നമ്മൾ ഈ തൊഴിലോട് ജനങ്ങൾ നമുക്ക് തന്ന ഒരു ആശീർവാദവും തന്നെ, പിന്നെ മുതലാളിമാരുടെ ഇഷ്ടപ്രിയനായി മാറി അങ്ങനെ ആനയെ കൊണ്ടു നടക്കണം, മെടസെറ്റായിട്ട് കൊണ്ടു നടക്കണമൊക്കെ കണ്ടിട്ടാണ് അവർ നമുക്കൊരു ആന തരുന്നത്. കുഴപ്പമില്ല, അവൻ കാര്യങ്ങൾ നടത്തും എന്നുള്ളൊരു ബോധം അവരുടെ ഉള്ളിലുണ്ടാവുള്ളൂ. ഇത് സാധാരണ ഒരു മൃഗമല്ലല്ലോ. ഈ 10 കാട്ടാനെ കൊടുന്ന് നമ്മൾ ഈ 10,000 10,000 കണക്കിന് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടു നടന്ന് അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ആളാണല്ലോ അവർ ഉദ്ദേശിക്കുക. അത് നമ്മളിൽ നിന്ന് അവർ ആ കഴിവ് അവർ ചൂഷണം ചെയ്ത് അവർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ ഇന്നാളും മതിയെന്ന് അവരങ്ങനെ നിയമിക്കണം. എത്ര കാലം നടക്കേണ്ടി വന്നു? ഇപ്പോൾ 9 വയസ്സ് മുതൽ എത്ര പലവരുടെ പിന്നാലെയും എനിക്ക് നൂറ്റാണ്ടുകൾ ഗുരുനാഥന്മാരുണ്ട്, മലയന്മാരടക്കം. ഞാൻ നിന്നവരൊക്കെ എൻ്റെ ഗുരുനാഥന്മാർ തന്നെയാണ്. ഞാൻ അവരെ ധിക്കരിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ അഹങ്കരിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രിയം കൂടാതെ എന്തെങ്കിലും അവിവേകത കാട്ടി ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവരുടെ ഇഷ്ടത്തിനുള്ള ജോലി ചെയ്യും. അപ്പോൾ അവർ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പം നമ്മൾ പണിയില്ലാണ്ടിരിക്കാതെ മറ്റാനമ്മയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ കൊന്നുകൂടി. ഇന്നത്തെ മായുള്ള കാലഘട്ടമല്ല അന്ന്. പിന്നെ അത് നമ്മുടെ ഉത്സാഹവും അവർക്കറിയാം. ഒരു നേരം അവരില്ലെങ്കിലും വെള്ളം ചോന്നിട്ടോ ഇന്നൊക്കെല്ലാം മോട്ടറായി ബക്കറ്റിൽ കെട്ടി വലിച്ച് നമ്മൾ വെളിച്ചെണ്ണപ്പാട്ടയിലൊക്കെ കയറ്റി കൊടുത്തിട്ട് വേണം വെള്ളം കൊടുക്കാൻ. ആദ്യം ആരെടുത്താ പോയത് ഇത്? ഞാൻ ആദ്യമായിട്ട് എന്നെ ആദ്യത്തെ ഗുരുനാഥൻ ചെമ്മാടൻ നാരായണന്മാരാണ്. പിന്നെ പരിഹാരം ചന്ദ്രേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ, പുലിയന്നൂർ ബാലചേട്ടൻ, ഇവരൊക്കെ നമ്മുടെ ഗുരുനാഥൻ, മലയന്മാരടക്കം. അപ്പോൾ ആശാന്മാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അത്രയും പേര് കേട്ട ആൾക്കാരുടെ കൂടെ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് എൻ്റെ ആനപ്പണി. കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ 9ാമത്തെ വയസ്സ് പറയുമ്പോൾ വളരെ കുട്ടിക്കാലമാണ്. പൊതുവെ ആരും വീട്ടുകാർ ഒരിക്കലും സംഭവിക്കില്ല, എന്തായാലും പോകരുതേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ആരെയാണ് സമീപിച്ചത്? ഈ തുടക്കത്തിൽ തന്നെ അന്നൊക്കെ കൂപ്പിൽ പണിയണ കാലല്ലേ. അന്ന് വീട്ടുകാരിപ്പം നമ്മളെവിടെയെന്ന് അറിയില്ല. ചിലപ്പോൾ ഇടുക്കിയിലാവും, 1000 അപ്പോൾ അവിടെ ആനയ്ക്ക് ചോറ് വയ്ക്കലും അവർക്ക് ഭക്ഷണം വയ്ക്കാൻ സഹായിക്കലും കാശൊന്നുമില്ല. ഈ താല്പര്യം കൊണ്ട് താല്പര്യം. ഇന്നൊക്കെ പണിയെടുത്ത കാശുണ്ട്, അന്ന് കാശൊന്നുമില്ല.
അവർക്കും വലിയ കാശൊന്നുമില്ല, 2 പറ നെല്ല 3 പറ നെല്ലൊക്കെയാണ് ഒന്നാമനെ കിട്ടുക. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. രാജീക പദവിയും ഓരോ മനകളുടെ ഭൂമികളുള്ളപ്പോൾ അവരുടെ അച്ചടക്കത്തിൽ ജീവിക്കുന്ന ആനക്കാരും അവരുടെ തൊഴിലുകാരും അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ആനക്കാരനായി. ഒന്നാമത്തെ ഇതിനോടൊരു പ്രേമം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ആനയായാലും നമുക്ക് ഈ ആനോട് പ്രത്യേക താല്പര്യം. ആന കുറുമ്പനാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ എളുപ്പമല്ല. പക്ഷെ അതിനെ നമ്മൾ സ്നേഹിച്ച് പരിപാലിച്ച് ഇപ്പം ഈ ആനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേറെ ഒരു ആനമിക്കും പോകണ്ട. എല്ലാവരും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, നടത്താൻ പറ്റില്ല, ആന അങ്ങനത്തെയാണ് ഇങ്ങനത്തെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് തെച്ചിപ്പൂ പൊട്ടിക്കുന്ന ഒരു വിഷയം. അതെ, എൻ്റെ അടുത്ത് യാതൊരു വിഷയമോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൈ കൂടിയ വെടിയുള്ളിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ 3 കൊല്ലത്തിന് ഭഗവാന്റെ മുതലാണ്, ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ട്. അപ്പം അത് വെച്ച് നമ്മൾ ഇതിന് കൊണ്ടുകൊടുക്കുന്നു. കഴിച്ചിട്ട് ഇപ്പോൾ 11ാമത്തെ പൂരാണ്. ആദ്യത്തെ 1-ാം പാപ്പനായിട്ടുള്ളത് ഏതാണ്? ആദ്യമായിട്ട് ഞാൻ ശങ്കരകുളങ്ങര മണികണ്ഠൻ്റെയാണ് ചുമതല കയറിയത്. ഇന്നിപ്പോൾ പ്രായമായി, വയസ്സായി 10, 65, 70 വയസ്സ്. അത് അന്ന് കുട്ടി ഭയങ്കര വികൃതി കൂടിയാണ്. അപ്പം അന്നത്തെ കാലഘട്ടത്തെ ഭരിക്കുന്ന ഗംഗാധര മേനോ എന്നും പറഞ്ഞ ആളാണ്. തിരുവമ്പാടിയിലും ചങ്ങരകുളങ്ങരയും അങ്ങേരി പറഞ്ഞതിൻ്റെ മേലില്ല. അപ്പം അങ്ങേരിക്ക് എന്നോടൊരു കൗതുകം തോന്നി. അപ്പം മതി, അവൻ കൊണ്ടുവരുന്നുള്ളൂ. അപ്പം എന്നെ വിളിക്കുക എന്ന് വെച്ചാൽ വില്ലാളി വീരുന്ന ആളുള്ളൊരു ഓമനപ്പേരാണ്. അന്നൊരു 10-14 വയസ്സിൽ ഒന്നാം പാപ്പാനായി. പിന്നെയും കുറെ കൂടെ നടന്ന് പിന്നെയും 1-ാം പാപ്പാന. എനിക്കിതിനോട് 1-ാം പാപ്പാന അവനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഉത്തരവാദിത്വം മുഴുവൻ ഇവിടെ തലയല്ലല്ല. ഇതിപ്പോൾ നമ്മൾ എന്തെല്ലാം തന്നെ നമ്മളോടൊന്നും ചോദിക്കില്ല. ഗുരുവായൂർ കേശവന്റെ കൂടെ 17 ദിവസം പണിയെടുത്തിട്ടുണ്ട്. 1 മാസം 17. അന്നൊക്കെ അത് ആര്യാസമേനോ എന്ന് പറഞ്ഞ ദേവസ്വം കുമാരൻ നായർ എന്നൊക്കെ പറഞ്ഞ അവരൊക്കെ എന്ന് പറഞ്ഞ അവർ പറഞ്ഞതിന്റെ മേലൊരു കാര്യം ഗുരുവായൂർ അമ്പലത്തില്ലേ. ഇന്നത്തെ രാഷ്ട്രീയ കളിയല്ല. അത് അതൊന്നും എണ്ണം വെച്ചാൽ അന്നൊക്കെ പണി പഠിക്കണ അങ്ങനെ എണ്ണൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ചെറുപ്പക്കാർ പിള്ളേരെ നോക്കി വെക്കും. അവരൊക്കെ വയസ്സായവരാണല്ലോ. അപ്പോൾ അവരെ കൈ പിടിച്ച് ചോറുണ്ടാൻ കൊണ്ടുപോകുക, അവരെ മുന്നോട്ട് അട്ടം തിരുമ്പിട്ട് കൊടുക്കുക, വെല്ലുവിളി പിടിക്കുക, പിണ്ടം മാറ്റുക, ഇതൊക്കെയാണ് ജോലി. അല്ലാണ്ട് നമുക്ക് ആനയായിട്ട് ബന്ധമില്ല. എനിക്ക് ആനകളിൽ ഇത്രയും ഈ കണ്ണനാനയുടെ പോലെ തന്നെ അറിവിൻ്റെ തമ്പുരാനാണ് ഗുരുവായൂർ കേശവൻ. മരിക്കുന്ന വേറൊരു അമ്പലത്തിൽ തൊഴിലില്ല. ഗുരുവായൂരപ്പനല്ലാണ്ട്. അപ്പോൾ ആ ഗുരുവായൂർ എത്ര അമ്പലമുണ്ട്? ഭഗവതി അമ്പലമുണ്ട്, അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, ഗണപതി, അവിടെ ഒന്നും തൊഴിലില്ല. ആള് ഗുരുവായൂരപ്പന് മാത്രമേ തൊഴിലുള്ളൂ. അത്രയും ചടങ്ങും കാര്യങ്ങളും. ആ അമ്പലത്തിൽ പാണി കൊട്ടി കഴിഞ്ഞാൽ ആന എന്താ ചെയ്യേണ്ട? ആനക്കാരന് ആനയായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ആന അത് സ്വയം ചെയ്യും, നമ്മൾ മാറി നിന്ന് കൊടുത്താൽ മതി. വിളക്കുണ്ടാൻ അങ്ങനെ വരുമ്പോൾ എത്രാമത്തെ വിളക്ക് നെയ്വിളക്കിൻ്റെ പിന്നാലെ തടമ്പുണ്ടാവുന്നു. ഒന്നും പറയണ്ട, ആന മടക്കി കൊടുത്ത് തിരുമേനി മുകളിൽ കയറി ഇരുന്ന് തലക്കുന്നിൽ ഇങ്ങനെ തട്ടിയല്ലാണ്ട് ആന നീക്കില്ല. പിന്നെ ഇങ്ങനെ പോരുമ്പോൾ മനസ്സിനെ സ്വാധീനിച്ച അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആനകൾ? എനിക്ക് ആനകളെ ഒരുപാട് ഞാൻ അഴിച്ചു കെട്ടിയെങ്കിലും എനിക്കിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറയെ കണ്ണനാനയാണ്. ഭയങ്കര കേടി എന്ന് പറഞ്ഞ ലിസ്റ്റിൽ പെട്ടൊരു ആനയാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്നെ ആ ആനൻ്റെ മനപ്പൊരുത്തമുള്ള എല്ലാ കാര്യത്തിലും, വീടായാലും നമ്മൾ കുടുംബമായാലും കുടുംബമായാലും ഭാര്യയും ഭർത്തമ്മക്കളുടെ മനപ്പൊരുത്തം എന്നുള്ളൊരു സ്നേഹബന്ധം അവർക്കും ഉണ്ടാവുക. തണുപ്പുണ്ടെങ്കിൽ അവിടെ അല്ലുണ്ടാവില്ല. അതേപോലെയാണ് ഈ ആന. നമ്മളോട് ഒരു കച്ചറയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം ചുണ്ടിയൊക്കെ ഉണ്ട് ആൾക്ക്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പരിപാലിച്ച് കൊണ്ടുകൊടുക്കണം. ആനപ്പണി എന്ന് പറഞ്ഞാൽ നമുക്കിത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിമിഷ കവികൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ നടന്നു പോകുമ്പോഴാവും പാട്ട് വായിൽ വരിക. അപ്പോൾ എഴുതാൻ പിന്നിൽ ആളുണ്ടാവും. അതുപോലെ ഒരു ആനയാന ചില സമയത്ത് ഇപ്പോൾ രാവിലെ ഓടിപ്പോകാൻ തോന്നുന്നു. പട്ടിനായും കുറച്ച് ആദ്യമായിട്ട് പട്ടീനെ കാണാം. അപ്പോൾ ആൾ ഒരു നിങ്ങളാണ് ചാടിപ്പോയപ്പോൾ ഞാൻ ചോദിച്ചു, ബസ്സിന് കാശ് വേണ്ടേ, തന്നെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്നും. പാപ്പാന്റെ ജീവിതം എന്ന് പറയുന്നത് എത്രത്തോളം ആ യാത്ര എത്രത്തോളം കഠിനമാണ് അല്ലെങ്കിൽ എത്രത്തോളം ആസ്വാദികരമാണ്? ഇപ്പൊ എന്ന് പറഞ്ഞ പഴയ മാതിരിയുള്ള നടത്തൊന്നുമില്ല.
മറ്റേത് 10-20 കിലോമീറ്റർ 20 കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞാൽ ആനയ്ക്കൊരു ആയാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 20 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 3-3.5 മണിക്കൂർ നടക്കുമ്പോൾ ആന പോയി. അപ്പോൾ ആനയുടെ ഉള്ളിലുള്ള ദുഷിച്ചുള്ള കഫങ്ങൾ, ഉള്ളിലേക്ക് എടുക്കുന്ന നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ആനകൾക്ക് പമ്പിങ്ങിനൊക്കെ നല്ല ഊർജ്ജം കിട്ടും. ആനകളെ നമ്മൾ കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്യണം. സ്വഭാവ രീതിയായാലും വഴക്കായാലും എന്ത് ഇതായാലും ആന ബസ് കയറി ഒന്നും ഒരു പണി പോലില്ല. ഒന്നുമല്ല നമ്മുടെ തെറ്റ്, അല്ലെങ്കിൽ ആനയുടെ മനസ്സുകൊണ്ടുള്ള പെട്ടെന്നുള്ള പ്രകോപനം ആന ചിന്താവണു. അപ്പം അതിൽ നമ്മൾ കഴിയാതാരാവണം. ആനയ്ക്കിപ്പം നമ്മളെ കൊല്ലണം എന്നുള്ള ജ്വരമൊന്നുമില്ല, കുത്തും ആ വാശിക്ക്. എത്ര കാലം ഉണ്ടായിരുന്നു അങ്ങനെ കാട്ടിൽ? കാട്ടിൽ ഞാൻ നിലമ്പൂർ കൂട്ടിൽ നിന്നുണ്ട്, പറമ്പിക്കുളം കൂട്ടിൽ നിന്നുണ്ട്, റാന്നി കൂട്ടിൽ നിന്നുണ്ട്. അപ്പം അവരൊക്കെ കെട്ടിപ്പഴുക്കുന്ന രീതി നമ്മൾ കണ്ട് മനസ്സിലാക്കുക. അല്ലാണ്ട് ഇന്ന മാതിരി ഇത് എഴുതി തരുമൊന്നുമില്ല. അത് ഒരു വർഷാപ്പിൽ പോവാണ്, മനസ്സിലാക്കി പഠിക്കുക. അതെ, വർഷാപ്പിൽ പോകണം. 5 രൂപ പാൻറ്റ് കിടാന്ന് പറഞ്ഞു. ആ 5 എടുത്തു. ആ നെട്ടായിക്കണം, ഈ നെട്ടായിക്കണം. ആനപ്പണി അങ്ങനെ പറഞ്ഞു. എത്രത്തോളം വ്യത്യസ്തമാണ് നമ്മൾ കാട്ടാനെ? ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്തയൊക്കെ ആയിട്ടാണ് കാട്ടാനെ പിടിക്കുന്നു, അതിന് മരിക്കാൻ ശ്രമിക്കുന്നു. അതെ, ആനകളെ ഒരു 9 വയസ്സ് 10 വയസ്സുള്ള ആനകളൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് ഇണങ്ങും. അപ്പോൾ വലിയ ആന 9 അടി 9.5 അടിയുള്ള ആനയൊക്കെ ആണെങ്കിൽ വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ മനസ്സിൽ നിന്ന് ആ കാടിനോടുള്ള ബന്ധം അങ്ങനെ പോവില്ല. പിന്നെ അവർക്ക് എങ്ങനെയും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമാവണം. അവർ നമ്മുടെ കയ്യിൽ വന്ന ജയിലിൽ വന്ന മതിയല്ല. ജയിലിൽ ഇപ്പോൾ കിടക്കപ്പോൾ ആർക്കെങ്കിലും സുഖം ഉണ്ടാവും? എല്ലാവർക്കും ജാമ്യം കിട്ടി എങ്ങനെയും പുറത്ത് കിടക്കണം എന്നല്ലേ. ഏത് കൊലക്കുറ്റനും അവൻ തെണ്ടിത്തരാൻ ചെയ്തിട്ടുണ്ടാവുക, എന്നാലും അവൻ്റെ മനസ്സിൽ പുറത്ത് കിടക്കണം എന്നല്ലേ. അതുപോലെയല്ല ആനകൾക്ക് ബുദ്ധിയും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ 2 വ്യത്യാസം. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു 8-9 വയസ്സ് 7 വയസ്സുള്ള ആനയൊക്കെ ആണെങ്കിൽ 3 മാസം കൊണ്ട് റെഡിയും കെട്ടിപ്പഴക്കാം. അത് നമ്മൾ അതിനെ കൊണ്ടു നടക്കുന്ന രീതി പോലെ ഇരിക്കും. അതിനെ എങ്ങനെ സ്നേഹിക്കണു, ആന നമ്മളെ സ്നേഹിക്കും, വിട്ട് സ്നേഹിക്കും. ഈ ആനയൊക്കെ നമ്മളെ വിട്ട് സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ വടി വാങ്ങുമ്പോഴത്തേനും തൊള്ളയും വെള്ളിയും കൂടാൻ നോക്കും. കാരണം നമ്മൾ തല്ലുള്ള ആനയ്ക്ക് ഇഷ്ടമല്ല. രാമകൃഷ്ണന്റെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് സംഭവം. ഇത്രയും 9 വയസ്സോട്ട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഒരുപാട് കുത്തിയുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ വടക്കാഞ്ചേരി തിരുവമ്പാടി ദേവസ്വം ഗോപാലൻകുട്ടി എന്ന് പറഞ്ഞൊരു ആനയുണ്ടാവും. കാട്ടാന വർഗത്തിൽ ഇത്രയും നമ്പർ 1 കേടിയാന ഭൂമിയിലില്ലേ. ഗോപാലൻകുട്ടി. ആ ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ മൂക്കത്തെ ചുണ്ട്, ഈ നീളം മീശയൊക്കെ വെറുതെ അത് വെറുതെ അപ്പം കുത്തും. അത് ഇന്നെ 21 പ്രാവശ്യം കുത്തിയിട്ടുണ്ട്. ഞാൻ 13 കൊല്ലം കൊണ്ടുവരുന്നുണ്ട്. ഇന്നെ 21 പ്രാവശ്യം കുത്തിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഭാര്യേനെ ഒന്നും ചെയ്യുന്നില്ല. എന്നെ കുത്തിയാൽ എൻ്റെ ഭാര്യയ്ക്ക് പിടിച്ചു കേട്ടോ കുഴപ്പമില്ല. കാരണം അതിന് നാട്ടിൽ പറ്റ ആനയല്ലേ. കണ്ണ് തുറന്നു നോക്കുമ്പോൾ മനുഷ്യനല്ലേ കണ്ണ്. നമ്മളൊരു ആനയെ പന്തിച്ചട്ട അടിക്കുക എന്ന് പറഞ്ഞ ആന കുഴിയിൽ വീണ് 3-4 ദിവസം അങ്കക്കെട്ടൊക്കെ കഴിഞ്ഞ് പടങ്ങുവാനം വലിച്ചിട്ട് പിന്നെ താപ്പാനകൾ 4 ആന കൂടി അവരുടെ ഒരു തട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ആനക്കാരുടെ ഒരു തട്ട്. അപ്പോൾ ആത്മാവ് പോയി ആനയുടെ ഭാഗം ആത്മാവാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഭാഗം പോയി ആനയുടെ ഭാഗമാണ് ഇപ്പം നമ്മൾ കൈ പിടിച്ച് കിടക്കുന്നത്. എപ്പോഴെങ്കിലും ഈ പണി മടുത്തിട്ടുണ്ടോ? നിർത്തുന്നില്ല. എനിക്ക് വയ്യാണ്ടായിട്ട് ഞാൻ അവകാശാനൊക്കെ ചെരിഞ്ഞപ്പോൾ ഈ വയ്യാണ്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആരോഗ്യമില്ല, നമുക്ക് പഴമതി അങ്ങനെ ഒരു ഇതല്ല. അതാണ് വെച്ചിട്ട് നമുക്ക് ഇത്തിരി വയ്യാത്ത ആളാച്ചിട്ട് ആനയ്ക്ക് അങ്ങനെ മല്ലുണ്ടെങ്കിലും നമ്മളോടില്ല. കാരണം നമുക്ക് വയ്യാത്ത ആനയ്ക്കറിയാം. ഞാൻ നല്ലോണം ഒന്ന് കണ്ണിൽ നിന്ന് വെള്ളം വന്നാൽ എനിക്കറിയാം എന്തോ പന്തികേടുണ്ട്. അപ്പോൾ ആന നമ്മളെ തന്നെ നോക്കിയിരിക്കും. അപ്പോൾ അത്രയും ബുദ്ധി അതിനുണ്ട്. ഇതുപോലെ ഇഷ്ടമുള്ളൊരു ജോലി വേറെ ഇല്ലല്ലോ ചവിട്ടുതൊഴിലാളി. അല്ല, ഇത് ഈ പണി എന്ന് പറഞ്ഞ് ഇങ്ങനെ അലമ്പാവണേന് എന്താ ചെയ്യുക? ആനക്കാരൻ ആനപ്പണി ആന എന്തിനാ ഉപയോഗിക്കുന്നത്? ദേവാലയത്തിൻ്റെ കാര്യം. അപ്പം നമ്മളൊന്ന് ദേവാലയത്തിൽ പെട്ട ഭക്തരായി മാറിയില്ലേ? അത് അലങ്കോലപ്പെടുത്തുന്നതിനിപ്പോൾ ഞാൻ കള്ളു കുടിച്ചിട്ട് അമ്പലത്തിൽ വാളി വയ്ക്കുക വെച്ചാൽ മറ്റേ അവിടെ വെട്ടുകുത്തികളി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? നമ്മൾ ചെയ്യുന്ന ജോലിക്ക് സത്യസന്ധത. നമ്മളിതിപ്പോൾ ഇവിടെ വന്നു, ചീരൻകുഴി വന്നു, ഇവിടുത്തെ ഭഗവാനെ എഴുന്നള്ളിച്ച് അവിടെ കൊണ്ടുപോകാനല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ആനപ്പണിയെ പോലെ ഉത്തമമുള്ള പണി ഭൂമിയിലില്ല. ഇത്രയും 41 ആനകളുടെ പാപ്പാനായി
ഈ ഏതെങ്കിലും ഒരു ആന നമുക്ക് ആഗ്രഹം തോന്നിയില്ല എനിക്ക് ആ ആനയുടെ പാപ്പാനാകണം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല എനിക്ക്. അങ്ങനെ ഒരു ആന കാരണം ഈ ആന കാരണം ഇപ്പോൾ നമ്മൾ പഴയ പെണ്ണുങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ ആ ചന്തള്ള പെണ്ണിൻ്റെ കൂടെയൊക്കെ പോകാൻ നമ്മൾ ആൾ ബാക്കി ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ആന അതിലെ ആളായാലും ഇപ്പോൾ ആന നമ്മൾ ഇഷ്ടപ്പെടുകൊണ്ടല്ലേ. അപ്പം അതിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ ആനക്കാർ 10-20 കൊല്ലമായുള്ള ആനക്കാർ നമുക്കത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് തരുമോ? അപ്പം അതേപോലുള്ളൊരു കേസ് കിട്ടും. നമ്മൾ ഈ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ചർച്ച ചെയ്ത വേറൊരു ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇപ്പോൾ ഇടയ്ക്കൊരു വിലക്ക് വന്നു വീണ്ടും. അതെന്ന് പറഞ്ഞല്ലേ അത് കൂടുതലും നമ്മൾ അതിൽ ചർച്ച നടത്താണ്ട് എൻ്റെ അറിവ് വെച്ച് പക്ഷേ ആ ആനയെ സംബന്ധിച്ച് അഞ്ചുമൂർത്തി അപ്പനാണ്. ഞാൻ ആ ആനയെ തൊഴിൽ ചെയ്യുക. അത് വല്ലപ്പോഴും പോകുമ്പോൾ ആദ്യം ആ ആനയെ തൊഴുതിട്ട് ഭഗവതി തൊഴിൽ. അത്രയും ചൈതന്യമുള്ള ആന ഭംഗിയോ വലിപ്പമൊന്നുമില്ല. ആ ആനോട് മത്സരിക്കാനോ അല്ലെങ്കിൽ ആ ആനോട് നമ്മൾ എന്തെങ്കിലും ക്രൂരതായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ പണി 8ൻ്റെ അപ്പം കിട്ടും. കാരണം അത്രയും 5 ദൈവത്തിൻ്റെ മുതലത്. 5 ദൈവത്തിൻ്റെ അനുഗ്രഹം. ആ ആന എന്തൊക്കെ ചെയ്താലും ആ ആനയ്ക്ക് വല്ല പുലിവാലുണ്ടാവണ്ട. ഇതിപ്പോൾ കൊണ്ടുവരിക അങ്ങോട്ട് കൊണ്ടുവരിക അത് പുറത്തിറങ്ങാണ്ട് വെക്കണം. മറ്റുള്ള ആനകൾക്ക് കയറി വരണം. ഇപ്പോൾ MG സുകുമാർ പറഞ്ഞ മാതിരിയുള്ള വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം? MG സുകുമാർ പറഞ്ഞു സാറ് ഇങ്ങനെ കൊടിമരം പോലെ നിന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വളരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേരെ എന്താ പറഞ്ഞത്? ദാസേട്ടെ, ഞാൻ 16 വയസ്സിൽ ഗായകനായത്. അന്നുള്ള ഗായകന്മാരെ വിഷം കൊടുത്ത് കൊന്നിട്ടൊന്നുമല്ല ഞാൻ ഈ രംഗത്തേക്ക് എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലുള്ള കഥ പറഞ്ഞിട്ട് അതെന്ന് വെച്ചാൽ അപ്പം നമ്മൾ അത്ര അല്ല അതിപ്പോൾ അത്ര വലിയ ഡോക്ടറോ അല്ലെങ്കിൽ അത്ര വലിയ വൈദ്യരൊന്നുമല്ല. കാരണം നമ്മുടെ ഗുരുനാഥന്മാർ താൽക്കാലികമായിട്ടുള്ള വിഷമോറിസം കിളിയായിട്ട് ഡ്രൈവറാവുന്നതും അവനൊരു വണ്ടി പെട്ടെന്ന് കേടുവന്നല്ല അവനത് വീല് മാറ്റാനും കാര്യങ്ങൾക്കും വേറെ ആൾ ആവശ്യമില്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഡ്രൈവറായി വന്നാൽ എന്താവും സ്ഥിതി? വണ്ടി അവിടെ എടുക്കും ഇല്ലേ? അപ്പം അതേമാതിരിയുള്ള കെട്ടാണ്. അപ്പം നമുക്കൊരു അത്യാവശ്യം ഒരു ആന തൂങ്ങുന്ന കണ്ടാൽ നമുക്കറിയാം. കൺമോളം പറയുന്നത് കണ്ടറിയാം എന്തോ ആനയ്ക്ക് ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ആന എന്തോ ഉറക്കം വന്നിട്ടാവും. അല്ലെങ്കിൽ ആന എന്തെങ്കിലും ചിന്തിച്ച് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ രാവിലെ രാത്രി കെട്ടിപ്പോയി നേരം വെളിച്ചാകുമ്പോൾ വരുമ്പോൾ ആനയുടെ ഭാവനകൾ നമ്മൾ അകലെ നിന്നൊരു സിഗരറ്റ് കഴിച്ചാലൊന്ന് മുറുക്കി അടുത്ത് ചെല്ലുമ്പോൾ ആന നമ്മുടെ ചൈതന്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കുഴപ്പമില്ല. പ്രാവശ്യം കുത്തുകിട്ടിയ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ ഏതെങ്കിലും നമുക്ക് വലിയ രീതിയിൽ നമുക്ക് ജീവനപായ രീതിയിൽ പറ്റിയത് നമ്മുടെ നന്ദിലത്തെ ഗോപു ചീരകുളരേക്ക് ഒരു ആനയെ കൊടുത്തു. അതിൻ്റെ പേര് അന്ന് അവർ ദുർഗാദാസ് എന്ന് അഭിമന്യു എന്നായിരുന്നു. നന്ദിലത്തെ ഗോപു അവരെ 10-12 ആൾ കൂടി ചീരകുളങ്ങര സമുദായക്കാർ വാങ്ങി. അപ്പോൾ ആ ആനയമ്മലാണ് എനിക്ക് ഒരു 3.5 കൊല്ലം കിടക്കേണ്ടി വന്നു. അത് എന്നെ ചെയ്തതല്ല, എനിക്ക് അതിനോട് ദേഷ്യമൊന്നുമില്ല. പരിക്ക് തണ്ടലിൻ്റെ ഇപ്പുറത്ത് 3 വാരിയൽ, ഇതിൽ 4 വാരിയൽ, ചന്തിപ്പരയുടെ എല്ല് ഒക്കെ കമ്പിയാണ്. ഞാൻ നീക്കുന്നു ഒരിക്കലും വിചാരിച്ചല്ല. ഇപ്പം നമ്മളിത് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നല്ലോ രാമകൃഷ്ണേട്ടൻ, മിക്കവാറും ഞാൻ ഈ ആനയോടുകൂടി ഈ തൊഴിൽ അവസാനിപ്പിക്കുന്നുള്ളത്. വയ്യാണ്ടാണ് അത് തീരുമാനിക്കാൻ, വയ്യാണ്ടാണ്. നമ്മളിത് ആന ചെറുപ്പല്ലേ, ഇതാണെങ്കിൽ ആട് കരിമ്പനെ മട്ടമേ തൂറിയാൽ മതി തെറിച്ചല്ലേ നിൽക്കുക. അപ്പോൾ അതിൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മുടെ കയ്യും കാലും വഴങ്ങണ്ടേ. അപ്പം എങ്ങനെയെങ്കിലും അവരേക്ക് വെറുപ്പിക്കാനും പറ്റില്ല. വയ്ക്കുന്നവരെ ഉന്തി തള്ളി ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിന് ക്ഷമപാലകനായിട്ടും ഇതിൻ്റെ രീതി അറിയാവുന്ന ഒരാൾക്ക് തലയിൽ വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ അമ്പലപ്പറമ്പിൽ നിൽക്കുമ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടെൻഷൻ അടിക്കുന്ന സമയം ചിലപ്പോൾ അതായിരിക്കും നിൽക്കുന്ന സമയത്ത്. അപ്പം ഇവൻ ഇടഞ്ഞു തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഇവന് ചെറിയൊരു കുറുമ്പ് കാട്ടി തുടങ്ങുന്നത് മനസ്സിലാക്കുന്ന എപ്പോഴാണ്? അത് ആന കാണിച്ചു തരും. ഇതിൻ്റെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ വണ്ടിയിൽ നമ്മൾ കണ്ണൂർ പോയിട്ട് വെച്ച് അതിൽ കയറിയല്ല കണ്ണൂർ അതിൽ കോഴിക്കോട് വണ്ടിയിൽ കയറിയുണ്ട്. അതൊക്കെ ആന കാണിച്ചു തരും. ഞാൻ ഇന്നത് ചെയ്യാനോ പോണം നോക്കി തടുത്തോളം എന്നൊക്കെ പറയും. അപ്പം നമ്മളതിന് വെട്ടിൻ്റെ തട വെച്ചൊരു കാര്യം ഇത് വേണ്ട 5000 വളയല്ലേ അരി മേടിക്കേണ്ട കാര്യമാണ്. അപ്പം ചിലപ്പോൾ ഒന്ന് കൊണ്ടുവരും. ഇന്നലെ ഞാൻ ഇന്നലെ ആൻ്റെ വിചാരം ഞാൻ ഉറങ്ങിയെന്നാ. അങ്ങനെ മെല്ലെ നിന്ന് നമ്മുടെ ഗുരുവായൂർ ശ്രീധരാൻ്റെ നടയമ്മല കയറി പിടിച്ചു. ഇത് ആനയെ കുത്തുവാനാ. ആനകളെ കുത്തുന്ന സ്വഭാവമുണ്ട്.
എന്തുണ്ടായപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല തുമ്പിക്കൈ കാണാനല്ലേ, തുമ്പിക്കൈ മാറ്റാണ്ടുള്ളൂ. അപ്പോൾ അടി അടക്കം പോകുന്നുണ്ട്. ഒരെണ്ണ കൊടുത്തു, പിന്നെ സൈലൻ്റ്. ആ കിട്ടേണ്ടതാ എനിക്കറിയാം, കിട്ടിയാൽ മതി കിട്ടിയെന്ന്. ഇപ്പോൾ ഉത്സവപ്പറമ്പിൽ നിന്ന് അങ്ങനെ പേടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഏതാ ഓർമ്മയിലുള്ളത്? ഈ ആന തൃശ്ശൂർ പൂരത്തിന് ആംബുലൻസ് വന്നിടിച്ചു. ആന കയറി സിദ്ധാർത്ഥ എന്നെ കയറി നീക്കി, ഞാൻ കയറി പിടിച്ചു. പൂരയെന്ന് വിളിച്ചില്ലേ തിരുവമ്പാടി ദേവസ്വക്കാർക്ക്. ഞാൻ കണ്ടില്ല ആംബുലൻസ് വന്നിടിച്ചത്. ആന വേദനിച്ചിട്ടാണ് ചെയ്തത്. മൂട്ടാനി ഒരു കഷ്ണം പോയി ആംബുലൻസ് വന്നിടിച്ചിട്ട്. അപ്പം അത് ആന പറഞ്ഞിട്ട് ആനയ്ക്ക് വേദനിച്ചപ്പോൾ ആനയ്ക്ക് തോന്നി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വണ്ടിയിൽ ഇടിച്ചേക്കണ്, ഇവിടെ പൊളിച്ചെടുക്കാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ശരിക്കും ആന എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറയും? ഇപ്പം നമ്മൾ ഇരിക്കാൻ പറയും, നിൽക്കാൻ പറയും, പല രീതിയിലെ കൊണ്ടെടുക്കുക. ഞാൻ ഈ ആനോട് ആന ഭാഷ കുറവാണ്. ആ ചട്ടത്തിൽ അങ്ങോട്ട് കയറിപ്പോ ഇങ്ങോട്ട് കയറിപ്പോ എന്ന് പറഞ്ഞാൽ അവിടെ താങ്ങും ഇവിടെ താങ്ങും ആ പരിപാടി നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞോടത്ത് ആന ചെയ്യും. നമ്മൾ ഇന്നേനാണ് അവിടെ നിൽക്കണമെന്ന് എനിക്കറിയാം. ഇന്ന കാര്യം ചെയ്യാനാണ്, വെള്ളം കുടിക്കേണ്ട സമയം അവിടെയൊക്കെ. അല്ലെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കാനോ മുണ്ട് വളച്ചു കുത്തിയാൽ എനിക്കറിയാം മൂത്രം ഒഴിക്കാനോ. അപ്പം ആനയൊന്നും അപ്പം അതിനറിയില്ല. അല്ലാതെയുള്ള ഭാഷ എനിക്ക് ഈ ആന എന്നല്ല ഏതാനും ഞാൻ ഒക്കെ തോണ്ടല്ലാണ്. അല്ലാത്ത ശരിക്കും പൊതുവായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ആന നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന കാര്യങ്ങൾ? അത് നമ്മൾ പരിപാലിക്കും പോലെയാണ്. നമ്മൾ എന്ത് പരിപാലിച്ചു. ഇപ്പം ഈ ആന ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്കുള്ള ഇക്കൊരാളും വേണ്ട. അത് പോകുന്നു എല്ലാ കാര്യം. ആൾക്ക് വയറ് വെച്ചിക്കഴിഞ്ഞാൽ മതി. തൃപ്തനാണോ ഈ ആന? നമ്മൾ കൊണ്ടുനടക്കണം പോലെ നമ്മൾ സുരക്ഷിതം കൊടുക്കുക. അതിന് വേണ്ട നേരത്ത് എവിടെയെങ്കിലും ഉറക്കുളച്ച് വന്നു നല്ല ഒഴിഞ്ഞ പറമ്പ് നോക്കി. ഞാൻ ഇപ്പോൾ ഇവിടെ കിടക്കുക വെച്ചാൽ ഞാൻ അവിടെ കൊടുക്കും. ഇപ്പോൾ പകല് കിടന്ന് ഉറങ്ങണം, അവിടെ കിടന്ന് ഉറങ്ങണം. ആനയ്ക്ക് നമ്മൾ മുമ്പിൽ അവിടെ ഉണ്ടായാൽ മതി. വിഷമം ഉണ്ടാവും, ഈ ആനോടുള്ള വിഷമം ഉണ്ടാവും. അത് ഞാൻ ഇപ്പം ഇത് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയും. അത് വേണ്ട, കാരണം ഈ ആനയ്ക്ക് അത്ര ഇഷ്ടമാണ്. എല്ലാവരും പറയണ മേള പറച്ചില്ലല്ലോ. ഇതിനൊരു തലവേദന വന്നേക്ക് അപ്പം പനി വയ്ക്കും. ഞാൻ അങ്ങനെ എൻ്റെ മകനെ കൊണ്ടുനടക്കണം, മതിക്ക് അങ്ങോട്ടുള്ളില്ലേ. അപ്പം എൻ്റെ മകനെ കൊണ്ടുനടക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കൊണ്ടുനടക്കുന്നത്. അത് അതിന് എന്നോട് ആ പരിതാപന അതിന് എന്നോടുണ്ട്. അത് എന്ത് വയ്യായ വന്നാലും നമ്മുടെ അടുത്ത് തിരിഞ്ഞെന്ന എനിക്ക് എന്നെ കരയിപ്പിച്ചത് കൊച്ചിയിലൊരു പരിപാടിക്ക് പോയിട്ട് എനിക്ക് പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ട് അവിടുത്തെ വെള്ളം പറ്റണ്ട എനിക്ക് വയറുവേന വന്നു. ടൗണിൽ കിടന്നാൽ എന്താവും ശരി. ഞാനാ നുള്ളുടിച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ ആന കിടന്നില്ല. അപ്പോൾ നമ്മൾ നിർത്തി അവിടെ നിർത്താൻ പറ്റുമൊക്കെ. കപ്പലും പണ്ടാറല്ലേ ഉള്ളിൽ പായൊക്കെ മാറ്റി ഇവരെ ബോട്ടിൻ്റെ വലയൊക്കെ എന്ന് പറഞ്ഞ പോലെ ലക്ഷങ്ങൾ വിലയുള്ളതല്ലേ, അതൊക്കെ മാറ്റി തലയ്ക്ക് വെച്ച് അവിടെ കിടന്ന് നിർത്തി 4 മണി വരെ. കാലത്ത് കിടന്ന് 4 മണിക്ക് എണീച്ചത്. അതാണ് രാമകൃഷ്ണേട്ടൻ്റെ ജീവിതം. നമ്മൾ കേട്ടല്ലോ, അദ്ദേഹം കണ്ണ് നിറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അതായത് തിരുവമ്പാടി കണ്ണന് ഇതിൻ്റെ ഒപ്പം തന്നെ ആ തൊഴിൽ നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ജീവന് തുല്യമാണ് അദ്ദേഹം ആനകളെ സ്നേഹിച്ചിരുന്നത്.